CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മലപ്പുറത്തെത്തി ഒരാഴ്ചക്കാലം ഇവിടെ ക്യാമ്പ് ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം ഈ ഹോട്ടലിലാണ് വിശ്രമിച്ചത്. ഇവിടെ നിന്നാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് നേതാക്കൾ ഇവിടെ എത്തുകയും പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും ശ്രദ്ധേയമായ പ്രസ്താവന താങ്കളുടേതായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഈ ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമെന്നത്. എന്തൊരു ധൈര്യത്തിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു പിൻബലത്തിലായിരുന്നു ആ ഒരു പ്രസ്താവന താങ്കൾ നടത്തിയത്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്. ഇത് നിയമസഭയിലേക്ക് നടക്കുന്നൊരു തെരഞ്ഞെടുപ്പല്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി എന്ത് തന്നെയായിരുന്നാലും അത് സംസ്ഥാന ഗവൺമെൻറ്റിനെ ബാധിക്കാൻ പോകുന്നില്ല. പിണറായി വിജയൻ സർക്കാരിനെയും ഈ ജനവിധി ബാധിക്കാൻ പോകുന്നില്ല. എന്നാൽ 10 മാസക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന ജനക്ഷേമകരമായ പ്രവർത്തനം, അതിൻ്റെ നേട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഇവിടെ 10 മാസത്തിനിടയിൽ 5 ഘട്ടങ്ങളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ആ 5 ഘട്ടങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ മുന്നണിക്കാണ് മുൻതൂക്കം കിട്ടിയത്. അത് വ്യക്തമാക്കുന്നത് ഈ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ ചെയ്യുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് മതിപ്പ് വർദ്ധിച്ചു വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇടതുപക്ഷ മുന്നണിക്കുള്ളതിനേക്കാൾ ജനപിന്തുണ വർദ്ധിച്ചതായി ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും. അതാണ് ആ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള കാരണം. പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ എത്ര വലിയ അതൃപ്തി ചില ആളുകൾക്കൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം വിമർശനത്തിൻ്റെയും ആത്മവിമർശനത്തിൻ്റെയും ഭാഗമാണ് എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ഈ പോലീസിനെതിരെയൊക്കെയുള്ള വിമർശനങ്ങൾ അതിൽ സാധാരണക്കാർക്കിടയിൽ വലിയ ആശങ്കകൾ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇത് CPM സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അത്തരം ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല. CPM സംസ്ഥാന കമ്മിറ്റി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിമർശനപരമായും സ്വയം വിമർശനപരമായും പരിശോധിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇത് UDFന് ഇല്ലാത്തൊരു ശൈലിയാണ്. UDFൻ്റെ കാലത്ത് ഒരിക്കലും അവരൊരു സ്വയം വിമർശനം നടത്താറില്ല. ഞങ്ങൾ ഈ 10 മാസക്കാലം കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നത് കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തനം നടത്തണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ളതിനേക്കാൾ സ്ത്രീ പീഡനങ്ങൾ കുറയുകയാണ്. ഇവിടെ 5 വർഷത്തേതിനേക്കാൾ ഈ 10 മാസക്കാലം കൊണ്ടുണ്ടായിരിക്കുന്ന കണക്കുകൾ പരിശോധിച്ചാൽ കാണുന്നത്. മുമ്പ് സ്ത്രീ പീഡനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നടപടി എടുക്കില്ല. ഇപ്പോൾ സ്ത്രീ പീഡനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വേട്ടക്കാരെ കയ്യാമം വെച്ച് ജയിലിലടക്കുന്നൊരു സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നു. UDFൻ്റെ സർക്കാർ ഇരകൾക്കൊപ്പം നിന്നൊരു സർക്കാരായിരുന്നില്ല, അവർ വേട്ടക്കാർക്കൊപ്പമായിരുന്നു. ഇവിടെ 3 മന്ത്രിമാർ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല, പരസ്യമായിട്ട് ആക്ഷേപിച്ചില്ലേ? ആരെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഒരു മന്ത്രിയുടെ വീട്ടിൽ പോയ സന്ദർഭത്തിൽ മന്ത്രിയുടെ വീട്ടിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ആ സ്ത്രീ പറഞ്ഞില്ലേ? നടപടി എടുത്തോ? ഒരു MLA തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇതായിരുന്നു UDF ഭരണകാലത്ത് ഇവിടെ നടന്നിരുന്നത്. എന്നാൽ വാളയാറിൽ സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവം ആദ്യഘട്ടത്തിൽ വേണ്ടത്ര ഗൗരവത്തിൽ കണക്കിലെടുത്തില്ല എന്ന ആക്ഷേപവിധേയമായ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. എല്ലാ ആക്ഷേപങ്ങളെ സംബന്ധിച്ചും കുറ്റക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കുകയും അവരെ മുഴുവൻ ജയിലിലടക്കുകയും ചെയ്ത സർക്കാരാണ് ഇടതുപക്ഷ മുന്നണി സർക്കാർ. ന്യൂനപക്ഷത്തിൻ്റെ വലിയ വോട്ടുകൾ വാങ്ങിയാണ് പിണറായി സർക്കാർ അധികാരത്തിലേറിയത്. അപ്പോൾ ന്യൂനപക്ഷത്തിന് ഇടതുപക്ഷത്തിലുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ അത് നിലനിർത്താൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും UAPA അടക്കമുള്ള കാര്യങ്ങൾ അത് ദളിതരിലും ന്യൂനപക്ഷങ്ങളിലുമാണ് കൂടുതലായും ഈ ഭരണകാലത്ത് ചാർത്തപ്പെട്ടത് എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. അതേപോലെ തന്നെ മറുഭാഗത്ത് അത്
ഫാസിസ്റ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞൊരു സർക്കാരിൻ്റെ ഒരു ഹാങ് ഓവറിൽ പോലീസ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ പുതിയ ഇപ്പോൾ ഇവിടെ മലപ്പുറം ജില്ലയിൽ തന്നെ കൊടിഞ്ഞി ഫൈസൽ വധിക്കപ്പെട്ടു, അതിന് പിന്നിൽ RSS ആയിരുന്നു എന്ന ആരോപണമുണ്ട്. അതേപോലെ തന്നെ കാസർഗോഡ് ഒരു മദ്രസാധ്യാപകൻ കൊല്ലപ്പെട്ടു, അതിന് പിന്നിലും RSS ആണ് എന്ന് ആരോപണങ്ങൾ വരുന്നു. ഇവരുടെയൊക്കെ പ്രതികളെ പിടിക്കുമ്പോഴും അവർക്ക് ലളിതമായ കേസുകൾ മാത്രമാണ് അവർക്ക് ചാർത്തപ്പെടുന്നതെന്നും അവർക്കൊന്നെതിരെ UAPA പോലെയുള്ള ഗുരുതരമായ കേസുകൾ അവരുടെ പേരിൽ ചാർത്തപ്പെടുന്നില്ല എന്നും അവരുടെ ഗൂഢാലോചന അന്വേഷിക്കുന്നില്ല എന്നുമൊക്കെയുള്ള പരാതിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ വലിയ തോതിലുള്ള വോട്ട് വാങ്ങിയ നിങ്ങൾ അവരുടെ ആ പ്രതീക്ഷയ്ക്ക് വീണ്ടും ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റാവുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? UAPA ആരുടെ പേരിൽ ചുമത്താൻ പാടില്ല എന്നാണല്ലോ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. UAPA എടുത്തു കളയണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളുടെ പാർട്ടിയും പറയുന്നത് UAPA ഉപയോഗിച്ചുകൊണ്ട് കരുതിയും ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ വേട്ടയാടാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന കാലത്ത് പറഞ്ഞത്. അതേ നിലപാടാണ് ഞങ്ങൾ ഭരണപക്ഷത്ത് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. UAPA എന്നതൊരു കരുനിയമമാണ്. അത് ആർക്കെതിരായിട്ടും എങ്ങനെ പ്രയോഗിക്കണം, ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരായിട്ട് ഉപയോഗിക്കേണ്ടതാണ് UAPA. അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ആളുകൾക്ക് എതിരായിട്ട് UAPA പ്രയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മുസ്ലിമുകൾക്കെതിരായിട്ട് പ്രയോഗിക്കാൻ പാടില്ല, മറ്റുള്ള CPMകാർക്കെതിരായിട്ട് പ്രയോഗിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാർക്കെതിരായിട്ട് പ്രയോഗിക്കണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. UAPAക്ക് ഇരയായവരാണ് ഞങ്ങളുടെ പാർട്ടി. ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കെതിരായിട്ട് UAPA പ്രയോഗിച്ചിട്ടുണ്ട്. അന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ എതിർത്തില്ല. ഇന്നിപ്പോൾ UAPA എതിർക്കുന്ന ആളുകൾ ആരും CPMകാരുടെ പേരിൽ UAPA ചുമർത്തിയപ്പോൾ എതിർത്തിട്ടില്ല. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വേങ്ങര നിയമസഭാ മണ്ഡലം യോഗം. മണ്ഡലത്തിലെ പ്രധാന ഭാരവാഹികളുമൊത്ത് സമഗ്രമായ വോട്ടു ചർച്ച. വേങ്ങര കുറ്റാളൂരിൽ തന്നെ മൊയ്തീൻകുട്ടി ഹാജിയുടെ വീട്ടിലാണ് കോടിയേരിക്കുള്ള ഭക്ഷണവും വിശ്രമവും. അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് മൊയ്തീൻകുട്ടി ഹാജി. എങ്ങനെയാണ് ഈ ഒരു അവസരം കിട്ടിയത്? അതെ, ഇവിടെ വേങ്ങര വരുന്നുണ്ട്. അങ്ങനെ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഭക്ഷണം പോയി ഇവിടേക്ക് വരണമെന്ന് നമ്മൾ കൽപ്പിച്ചു. അതനുസരിച്ച് അദ്ദേഹത്തിന് ഭക്ഷണത്തിന് വേണ്ടി സ്വീകരിച്ചത്. പിന്നെ ഞാൻ പാർട്ടി പ്രവർത്തകനാണ്. ഞാൻ ഊരകം LC മെമ്പറാണ്. പിന്നെ അങ്ങനെ ഇതിനോട് കൂടുതൽ താല്പര്യമാണ്. വന്ന് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. അതിന് മറ്റു നേതാക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ? മുമ്പ് പിണറായി പോലത്തെ നേതാക്കളെല്ലാം വന്നിട്ടുണ്ട്. കുറേ നേതാക്കളും വേദിമാരും പല മന്ത്രിമാരും വന്നിട്ടുണ്ട്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലേക്ക് തന്നെ വരികയാണെങ്കിൽ മുസ്ലിം സംഘടനകളിൽ ബഹുഭൂരിഭാഗവും കുഞ്ഞാലിക്കുട്ടിക്കൊപ്പമാണ്. അത് മുസ്ലിം ന്യൂനപക്ഷം CPMൽ നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്നും മാറി നിൽക്കുകയാണ് എന്നുള്ള തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പിന്തുണച്ച എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും പിന്തുണ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും. ആരൊക്കെയാണോ സഹായിച്ചിരുന്നത്, പരസ്യമായി സഹായിച്ചവരുണ്ട്, രഹസ്യമായി സഹായിച്ചവരുണ്ട്. അന്ന് ഞങ്ങളെ എതിർത്തിരുന്ന മതന്യൂനപക്ഷങ്ങൾ ഒരു വിഭാഗത്തിൻ്റെ വോട്ടും ഇത്തവണ ഞങ്ങൾക്ക് കിട്ടും. മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ സാധാരണക്കാരായ മുസ്ലിം ജനവിഭാഗങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്.
ഇതിൽ സ്ഥാപിത താല്പര്യക്കാരായ ആളുകളാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൂടെ കൂടുന്നത്. SDPIയും വെൽഫെയർ പാർട്ടിയും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPMന് എതിരായിരുന്നു. SDPIയുടെയും വെൽഫെയർ പാർട്ടിയും എതിർത്തിട്ടാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചത്. എപ്പോഴാണ് അവർ ഞങ്ങളെ പിന്താങ്ങിയിട്ടുള്ളത്? SDPI ഇത്തവണ പരസ്യമായി ലീഗിൻ്റെ കൂടെ കൂടിയെന്നതായിരിക്കും ഇത്തവണ ലീഗിന് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. മുസ്ലിം ലീഗ് ഉയർത്തിക്കാണിച്ച ഒരു മതതരത്വം ആ മുഖം മൂടി വലിച്ചു കയറപ്പെട്ടിരിക്കുകയാണ്. തനി തീവ്രവർഗീയ നിലപാട് സ്വീകരിക്കുന്ന SDPIയുമായിട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. തീവ്രവാദത്തിനെതിരെ പ്രചരണം നടത്തിയ മുസ്ലിം ലീഗ് 2 വോട്ടിന് വേണ്ടി SDPIയുമായി കൂട്ടുകൂടിയില്ലേ? ഇവിടെ മതഭീകരവാദത്തിനെതിരെ പ്രചരണം നടത്തിയിട്ടുള്ള MK മുനീർ ഇപ്പോൾ എവിടെ പോയി? അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടല്ലേ SDPIയുമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്. തേജസ് പത്രം എടുക്കുന്ന ദിവസേന എടുക്കുന്ന നിലപാടുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമല്ലേ? മുസ്ലിം ലീഗിൻ്റെ പ്രചാരകന്മാരായിട്ട് രംഗത്ത് വരുന്നത് SDPIയാണ്. നാളെ സംഭവിക്കാൻ പോകുന്നത് SDPI മുസ്ലിം ലീഗിനെ ഹൈജാക്ക് ചെയ്യുന്ന അവസ്ഥ ഇവിടെ വരും. ഈ മലപ്പുറം ജില്ലയിൽ തന്നെ സംഭവിക്കും. അതിനുവേണ്ടി വഴിവെച്ച് കൊടുക്കുന്നത് 2 വോട്ടിന് വേണ്ടിയിട്ടാണ്. ഇത്രമാത്രം പരാജയ ഭീതി എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനുണ്ടായത്? കഴിഞ്ഞ കാലത്തെല്ലാം SDPIക്കെതിരെ ശക്തമായ പ്രതികരിച്ചു കൊണ്ടിരുന്ന മുസ്ലിം ലീഗ് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ SDPIയുമായി കൂട്ടുകൂടാനുണ്ടായ കാരണം എന്താണ്? അത്രയധികം ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നെങ്കിൽ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ അവർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അപ്പോൾ ഇത്രയും കാലമായി മുസ്ലിം ഭീകരവാദത്തിനെതിരെ എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് പ്രചരണം നടത്തിയവർക്ക് ഇപ്പോൾ എന്തുകൊണ്ട് ഈ നിലപാടെടുക്കാൻ വേണ്ടി വന്നു? ഇസ്ലാമിക് സ്റ്റേറ്റ് മതമൗലികവാദം പറയുന്ന ISISൻ്റെ മറ്റൊരു പതിപ്പാണ് SDPI എന്ന് പ്രസംഗിച്ചത് ഈ മുസ്ലിം ലീഗുകാരല്ലേ? ആ മുസ്ലിം ലീഗുകാരല്ലേ SDPIയുമായിട്ട് കൂട്ടുകൂടുന്നത്? ഞങ്ങൾക്കൊരിക്കലും SDPI ഇട്ട് മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. SDPIയും വെൽഫെയർ പാർട്ടിയും ഒക്കെ ലീഗിൻ്റെ കൂടെ കൂടുന്നതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ബേജാറുമില്ല. അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിലും കിട്ടിയിട്ടില്ല. ഈ ഫാഷിസമാണ് പലപ്പോഴും ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് വലിയൊരു അജണ്ടയാക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗ് അതിനേക്കാൾ വലിയ ഫാഷിസ്റ്റ് വിരുദ്ധ മുദ്രാവാക്യങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളൊക്കെ ആക്കുകയാണ് എല്ലാ ഇടങ്ങളിലും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു മതേതര UPA ഭരണം കൊണ്ടുവരാൻ എല്ലാ സംസ്ഥാനങ്ങളിലും ഓടി നടന്ന് ഞാൻ അതിന് നേതൃത്വം നൽകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. ഇത് ഈ ഫാഷിസ്റ്റ് വിരുദ്ധ പ്രചാരണങ്ങളിൽ ആരുടെ പ്രചാരണമാണ് സാധാരണക്കാർ വിശ്വസിക്കുക എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അഹമ്മദ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നേതാവായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിരുന്നോ? അഹമ്മദിന് ചെയ്യാൻ കഴിയാത്തതാണോ ഇനിയിപ്പം കുഞ്ഞാലിക്കുട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പോൾ അഹമ്മദ് ഒരു പരാജയമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ള നിലപാടല്ലേ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇത്തരം ഒരു പ്രസ്താവന ചെയ്യുന്നതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന ഒരു ഒളിയമ്പ് ആ അന്തരിച്ചു പോയ അഹമ്മദിനോട് കാണിക്കുന്നൊരു നിന്ദയല്ലേ? അദ്ദേഹം ഇതിനൊന്നും കൊള്ളാത്ത ഒരാളായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തതെന്നുള്ളൊരു പ്രചരണം ഈ സന്ദർഭത്തിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ എന്ന് അവർ തന്നെ ആലോചിക്കണം. പക്ഷേ ആരുടെ കൂടെ കൂടിയിട്ടാണ് ഈ ഫാസിസത്തെ നേരിടാൻ പോകുന്ന? കോൺഗ്രസിൻ്റെ കൂടിയോ? സഖാവ് പറയുന്നത് മുസ്ലിം ലീഗിന് യോജിച്ചു പോകാവുന്ന ഒരു പാർട്ടി CPM ആണെന്ന്. മുസ്ലിം ലീഗ് ഇന്ന് സ്വീകരിക്കുന്ന നയം തിരുത്തണം. അവർ മതമൗലികവാദ നിലപാടിൽ മാറ്റം വരുത്തണം. അവരും പ്രവർത്തിക്കുന്നത് പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. നിരവധി പള്ളികളുടെ ഖാസിയായിട്ടുള്ള തങ്ങളല്ലേ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റ്? ഇപ്പോൾ ഒരു പൂജാരി അവിടെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായി. അതേ നിലപാടിൽ ലീഗും സ്വീകരിക്കുന്നത്. അത് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഒരു മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കണം. ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി അനുസരിച്ച് മുസ്ലിം എന്ന പേര് അല്ലെങ്കിൽ ഹിന്ദു എന്ന പേര് വെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന തന്നെ നിയമപ്രശ്നങ്ങളുണ്ടാകും. മുസ്ലിം ലീഗ് അതിനെക്കുറിച്ച് പുനഃപരിശോധന നടത്തണം. ഇന്നത്തെ നിലയിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന സമീപനം വെച്ചുകൊണ്ട് ഫാസിസ്റ്റ് നീക്കത്തെ തടയാൻ കഴിയില്ല. അതിലൊരു മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകണം. അതിനവർ തയ്യാറുണ്ടോ? അപ്പോൾ മുസ്ലിം ലീഗ് എന്നുള്ള പേരൊക്കെ ഒഴിവാക്കി പാണക്കാട് കുടുംബത്തിനെ ഒന്ന് മാറ്റി നിർത്തി കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ CPMനെ യോജിച്ച് പ്രവർത്തിക്കാം. ഇതൊന്നും ആ പറഞ്ഞതിന് അർത്ഥമില്ല. അതെല്ലാം നിങ്ങളുടെ വ്യാഖ്യാനമാണ്. ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ നിലപാട് മതമൗലികവാദ നിലപാടാണ്. അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ആ മതമൗലികവാദ നിലപാട് അവർ ഉപേക്ഷിച്ച് ഒരു മതേതരത്വ നിലപാട്, മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ മുസ്ലിം ലീഗ് തയ്യാറാകണം. അതവർ തയ്യാറുണ്ടോ എന്നാണ് അവർ വ്യക്തമാക്കേണ്ടത്. പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ RSS എന്ന രീതിയിലല്ലല്ലോ BJP പ്രവർത്തിക്കുന്നത്. BJP പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഭാരതീയ ജനതാ പാർട്ടി. അത് ഹിന്ദുത്വ വർഗീയതയല്ലേ പ്രതിനിധീകരിക്കുന്നത്. അതേ നിലയിലുള്ളൊരു മറ്റൊരു പാർട്ടി പേര് മാറ്റിയത് കൊണ്ട് കാര്യമില്ല. അവരുടെ നിലപാട് മാറ്റണം, മതനിരപേക്ഷ നിലപാട് മാറ്റണം. അങ്ങനെ ഒരു മതനിരപേക്ഷ നിലപാടിലേക്ക് അവരെത്തണം.
മൗലികവാദ നിലപാട് സ്വീകരിക്കുന്നതിന് മാറ്റം വരുത്തണം. അങ്ങനെ വരുന്നു കഴിഞ്ഞാൽ അത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് സമൂഹത്തെ നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തിയോടോ പാണക്കാട് തങ്ങൾ എന്ന വ്യക്തിയോടോ അല്ല ഞങ്ങൾക്കുള്ള എതിർപ്പ്. അവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടിനോടാണ് ഞങ്ങൾക്ക് എതിർപ്പ്. ആ രാഷ്ട്രീയ നിലപാടിനെയും മൗലികവാദ നിലപാടിനെയുമാണ് ഞങ്ങൾ എല്ലാ കാലത്തും എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പള്ളിയിൽ കാദിയായിട്ടുള്ള ഒരാൾ ഒരു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് ഒരു CPM കാഴ്ചപ്പാട്. ഇപ്പോൾ പ്രത്യേകിച്ച് ചിന്ത പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ, ഇപ്പോൾ മമ്പ്രം തങ്ങൾ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ നേതാവായിരുന്നു. അയാളുടെ രാഷ്ട്രീയ പ്രക്രിയകളെ വരെ ചിന്ത പബ്ലിഷ് ചെയ്തൊരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു തെറ്റാകുന്നത്? അത് ഒരു മതമൗലികതയാണ്. മമ്പ്രം തങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതാവായിരുന്നില്ല. ഇന്ന് മുസ്ലിം ലീഗിനെ നയിക്കുന്നത് നിരവധി പള്ളികളുടെ ഖാസിയായിട്ടൊരാളാണ് പ്രസിഡൻ്റാക്കി വെച്ചിരിക്കുന്നത്. അതൊരു മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമാണ്. അത് തന്നെയല്ലേ ഇവിടെ BJP സ്വീകരിക്കുന്നത്. ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് RSS പ്രവർത്തിക്കുന്നു, പള്ളികൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം സംഘടനകളും പ്രവർത്തിക്കുന്നു. ഇതാണ് രണ്ട് വിഭാഗങ്ങൾ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾ കാണുന്ന തെറ്റ്. ഇവിടെ ഒരു പള്ളിയിലെ ഒരു ക്ഷേത്രത്തിലുള്ളൊരു പൂജാരിയാണല്ലോ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി. അതിനെ എല്ലാവരും എതിർക്കുന്നില്ലേ? എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു പൂജാരി എന്ന നിലക്കാണോ അതല്ല അയാളുടെ നിലപാടുകളെ അടിസ്ഥാനത്തിലാണ്? പൂജാരിയായിട്ടുള്ള ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാം. പക്ഷേ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൗലികവാദ നിലപാട് ഭരണത്തിൽ പ്രതിഫലിക്കാൻ പാടില്ല. അദ്ദേഹം അതാണ് ഇപ്പോൾ പ്രതിഫലിപ്പിക്കുന്നത്. ആ മഠത്തിൻ്റെ അധിപനായിരിക്കുന്ന അതേ കാര്യം മുഖ്യമന്ത്രിയായിട്ട് ചെയ്യുകയാണ്. ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇപ്പോൾ പാണക്കാട് തങ്ങൾ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല. അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇലക്ഷനിൽ മത്സരിച്ചൂടെ? ആർക്ക് മത്സരിച്ചൂടെ? അപ്പോൾ ഈ കാസർഗോഡ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി പൂജാരിയായിരുന്നു, BJPയുടെ. വലിയ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയില്ലേ? അപ്പോൾ ഈ വർഗീയ ധ്രുവീകരണത്തെ എതിർക്കുന്നത് മുസ്ലിം ലീഗ് എതിർക്കുന്നുണ്ടല്ലോ. അതേ നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിക്കാൻ പാടില്ല. ഒരു വർഗീയത എതിർക്കാൻ മറ്റൊരു വർഗീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് ആപത്താണ്. അത് രണ്ട് വർഗീയതക്കും പ്രോത്സാഹനം നടക്കുകയാണ് ചെയ്യുക. ഇപ്പം മുസ്ലിം ലീഗ് ഉയർത്തുന്ന ഒരു മതമൗലികത, ആ മതമൗലികതക്കെതിരായിട്ട് BJP പ്രത്യേകിച്ചിട്ട് നിലപാടെടുക്കില്ല. കാരണം അവർ രണ്ടും ഒരേപോലെ തന്നെ മതമൗലികവാദ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മതമൗലികവാദ നിലപാടുകൾ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മാറ്റം വരണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ വലിയ തെരഞ്ഞെടുപ്പ്, പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സമയത്ത് പോലും ഭരണവും പാർട്ടിയും പരിഷ്കാര ചെയർമാനും രണ്ട് തട്ടിലായി മാറി. ഇത് ഇപ്പോഴും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടായി പോകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ മൂന്നാർ വിഷയത്തിൽ പാർട്ടിയുടെയും അല്ലെങ്കിൽ ഭരണത്തിൻ്റെയും വിരുദ്ധ പക്ഷത്താണ് VS നിലനിൽക്കുന്നത്. ഇതൊക്കെ ജനങ്ങളിൽ വലിയൊരു ആശങ്ക ഉണ്ടാക്കില്ല, ഇടതുപക്ഷത്തിൻ്റെ ആളുകളിൽ പോലെങ്കിലും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും ഇടതുപക്ഷത്തിനെതിരായിട്ടൊരു സ്ഥിതി ഉണ്ടാക്കാൻ പോകുന്നില്ല. VSും ഈ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തനായ പ്രചാരകനാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇന്ന് പാർട്ടിക്കകത്തില്ല. മുൻകാലങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് ഘട്ടത്തിലെല്ലാം ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഇലക്ഷനിൽ സ്വാധീനം ചെലുത്താനേ പോകുന്നില്ല. ഭക്ഷണത്തിനു ശേഷം വള്ളിക്കുന്ന് മണ്ഡലത്തിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി EMS ചെയറിൽ വള്ളിക്കുന്ന് മണ്ഡലം ചർച്ച. നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുക്കുന്ന മീറ്റിംഗുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. മണിക്കൂറുകളോളം ഈ മീറ്റിംഗ് നീണ്ടുനിൽക്കുന്നു. താഴെത്തട്ടിൽ ബൂത്ത് തലം വരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. പാണ്ടിക്കാടാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ആദ്യ പൊതുയോഗം നടക്കുന്നത്. കോടിയേരി എത്തുന്നതിന് മണിക്കൂറുകൾ മുമ്പ് തന്നെ ഇവിടെ പാർട്ടി അണികൾ എത്തിച്ചേർന്ന് അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. മുദ്രാവാക്യത്തോടെയും വാദ്യമേളങ്ങളോടെയുമാണ് നേതാവിനെ അണികൾ സ്വീകരിച്ചത്.
MP ഫൈസലിനെയും ഇടതുപക്ഷത്തെയും എന്തുകൊണ്ട് പിന്തുണക്കണം എന്ന് സ്ഥാപിച്ച് 1 മണിക്കൂർ പ്രഭാഷണം. കോൺഗ്രസിന്റെ തോളിൽ കയറി BJP നേടിയ വിജയമാണ് നേമത്തുണ്ടായ വിജയം. ഇങ്ങനെയുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ് ഇവരെല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ മലപ്പുറത്തോ RSSന്റെ പ്രചാരവേല, BJP പ്രചാരവേല ഇടതുപക്ഷത്തിനെതിരെ, UDFന്റെ പ്രചാരവേല ഇടതുപക്ഷത്തിനെതിരെ. രണ്ടു കൂട്ടരും പറയുന്നു ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെന്ന്. ഇവർ തമ്മിൽ ഒരു അവിശുദ്ധ സഖ്യം ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്, ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അഡ്വക്കേറ്റ് MP ഫൈസലിനെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ നമുക്ക് 2 കാര്യം നേടാം. ഒന്ന്, ആ വേങ്ങരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാം, വേങ്ങരക്കാരെ രക്ഷപ്പെടുത്താം, ഈ മലപ്പുറത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാം. അങ്ങനെ ഒരു വെടിക്ക് 2 പക്ഷികൾ കിട്ടും. അടുത്തായി യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് CPIയുടെ ജില്ലയുടെ അതിർത്തി പ്രദേശമായ പെരിന്തൽമണ്ണ തൂതയിലാണ് അവസാനത്തെ പൊതുയോഗം. പൊതുയോഗത്തിന് മുമ്പ് പുതിയ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം. തൂതയിൽ വൻ ജനാവലിയാണ് കോടിയേരിയെയും കാത്തിരുന്നത്. രാത്രി 9 വരെ തൂതയിലെ ജനങ്ങളെ കയ്യിലെടുത്ത് കോടിയേരി സംസാരിച്ചു. വർഗീയ ലഹളകൾ നടത്തണം. RSS BJP എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തിപ്പെട്ടത് വർഗീയ ലഹളകൾ നടത്തിക്കൊണ്ടാണ്. കേരളത്തിൽ അവർക്ക് അത് സാധിക്കുന്നില്ല. ഇവിടെ അതിനു വേണ്ടി ശ്രമങ്ങൾ നടന്ന സ്ഥലത്തെല്ലാം നിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാടി ജീവത്യാഗം ചെയ്യിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ രംഗത്തിറങ്ങിക്കൊണ്ടാണ് RSSന്റെ കലാപ നീക്കങ്ങളെ പരാജയപ്പെടുത്തിയത്. ഇവിടെ മലപ്പുറത്ത് കുടിഞ്ഞിയിൽ ഫൈസൽ വധം എന്തിനു വേണ്ടിയായിരുന്നു? ആ വധം നടത്തി സാമുദായിക ചേരിതിരിവുണ്ടാക്കി വർഗീയ കലാപമായിരുന്നു അവരുടെ ലക്ഷ്യം. കാസർഗോഡ് ഒരു പള്ളിയിൽ കയറി മദ്രസ അധ്യാപകനെ വെട്ടിക്കൊന്നു RSS. എന്തായിരുന്നു ലക്ഷ്യം? കാസർഗോഡ് വർഗീയ കലാപം ഉണ്ടാക്കണം. ഈ കലാപം ഉണ്ടാക്കാൻ കേരളത്തിൽ നടക്കുന്ന പരിശ്രമങ്ങൾ വിജയിക്കാത്തത് ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഉള്ളത് കൊണ്ടാണ് എന്ന് ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. RSSന്റെ ലക്ഷ്യം നേടാൻ സാധിക്കാത്തത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തിയുള്ളൊരു സംസ്ഥാനമായി കേരളം തുടരുന്നത് കൊണ്ടാണ്. നമ്മുടെ എത്ര സഖാക്കളെ കൊന്നു? CPMന്റെ സഖാക്കളെ തന്നെ 209 പ്രവർത്തകന്മാരെ ഈ RSSകാർ കൊലപ്പെടുത്തി. നിരവധി സഖാക്കളെ അംഗവൈകല്യമുള്ളവരാക്കി മാറ്റി. ഇനിയും ഒരുപക്ഷെ
നമ്മളിൽ പലരെയും അവർ കൊലപ്പെടുത്തിയെന്ന് വരും. നമ്മളിൽ പലരെയും അവർ അംഗവൈകല്യം സംഭവിച്ചവരാക്കി മാറ്റിയെന്ന് വരും. പക്ഷെ ഒരിക്കലും ഈ ചെങ്കൊടി RSSന് മുമ്പിൽ കീഴടങ്ങാൻ പോകുന്നില്ല എന്ന വസ്തുത അവർ മനസ്സിലാക്കണം. ഈ കരുത്താണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്താണ്. ഈ കേരളത്തിലെ മതനിരപേക്ഷതയുടെ ഗ്യാരണ്ടി. അത് തകർക്കാനാണ് ശത്രുവർഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരീകരിക്കുന്നത്. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ രക്ഷയ്ക്ക് നല്ലതാണോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവർ അവർ ഈ തെരഞ്ഞെടുപ്പിൽ MP ഫൈസലിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് രാഷ്ട്രീയം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും.